പി.വി. അൻവറിനെ മുഖ്യമന്ത്രിക്ക് പിന്നാലെ പാർട്ടിയും തള്ളിപ്പറഞ്ഞെങ്കിലും അൻവർ LDFിൽ നിന്ന് പുറത്തു പോയെങ്കിലും ഉന്നയിച്ച വിഷയങ്ങളുടെ ഗൗരവം ചോർന്നിട്ടില്ല. അൻവറിന് വേറെ ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും ഓരോ വിഷയമെടുത്ത് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതലയിലുള്ള ആഭ്യന്തര വകുപ്പിന് നേരെ വിരൽ ചൂണ്ടുന്നതാണ് ഓരോന്നും. സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, കൊലപാതകം, ഇതിലൊക്കെ ADGP MR അജിത് കുമാറിനും ADGPയെ സംരക്ഷിക്കുന്നത് വഴി പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കും പങ്കുണ്ടെന്ന ആരോപണം ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് തള്ളിക്കളയുന്നത്. DGPയുടെ മേൽനോട്ടത്തിൽ ഒരന്വേഷണം നടക്കുമ്പോഴും ഇത് തീരും വരെ കാത്തിരിക്കാൻ അൻവർ തയ്യാറായില്ല. ഇതും അൻവറിൻ്റെ ലക്ഷ്യം വേറെ എന്ന് പറഞ്ഞ് ആരോപണം തള്ളിക്കളയുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത് പാർട്ടിയുടെ വിശദീകരണമാണ്. SP സുനിൽദാസിനെതിരെ നടപടിയെടുത്തല്ലോ എന്ന കാര്യവും പാർട്ടി ചൂണ്ടിക്കാട്ടുന്നു. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. അൻവറിന്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഖാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അൻവറിന്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെ കുറിച്ച് അയാൾക്ക് കാര്യമായി ധാരണയില്ല എന്ന് വ്യക്തമാവും. എന്നാൽ ഈ പറയുന്ന അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇതേ ആരോപണങ്ങൾ തിരിച്ച് അൻവറിന് നേരെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. ഒരു വേള അൻവർ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി. ഇനി P. ശശിയുടെ കാര്യം. മാതൃകാപരമാണ് ശശിയുടെ സേവനം എന്ന് പറഞ്ഞ് അൻവറിൻ്റെ ആരോപണം തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോൾ പാർട്ടിക്കും LDFിനും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിൻ്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ്. അത് പൂർണ്ണമായും LDFിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വന്ന ആരോപണങ്ങളായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഈ നിലപാട് നേരത്തെ നിശ്ചയിച്ച അന്വേഷണ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. അത് കൃത്യമായി നിഷ്പക്ഷമായി തന്നെ അന്വേഷണം തുടരുക തന്നെ ചെയ്യും. P.V. അൻവറിൻ്റെ പരാതികൾക്ക് വിശ്വാസ്യതയില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ADGPക്ക് ഒരു സ്ഥാനചലനവും ഉണ്ടാകുന്നില്ല. പിന്നെ കൊട്ടിഘോഷിച്ച് അന്വേഷണങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അന്വേഷണം നടക്കുന്ന സമയത്ത് അൻവർ വീണ്ടും മാധ്യമങ്ങളെ കണ്ടത് മുഖ്യമന്ത്രിയെ വിശ്വാസമില്ല എന്ന പ്രതീതി ഉണ്ടാക്കി. ഇത് രാഷ്ട്രീയ വേലയും വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈയുമായതിനാലാണ്. ഇതും പാർട്ടിയുടെ വിശദീകരണമാണ്. എന്നാൽ ശ്രദ്ധിക്കൂ, അൻവർ ഇടയ്ക്കിടെ മാധ്യമങ്ങളെ കണ്ടത് അന്വേഷണ പുരോഗതിയെക്കുറിച്ച് പറയാനാണ്. അതിൽ തന്നെ ക്രമസമാധാന പാലനത്തിൽ നിന്ന് ADGPയെ മാറ്റാത്തത് ചോദ്യം ചെയ്തതുമാണ്. പിന്നെ CPMനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കുന്നത് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിലെ സംശയ കണ്ണുകളാണ്. ഇത് UDFിൻ്റെ അജണ്ടയെന്ന് പറയുമ്പോഴും പൂരം അലങ്കോലമാക്കിയത് ശരിയാണല്ലോ. ADGP അവിടെ ഉണ്ടായിരുന്നത് വാസ്തവവുമായിരുന്നു. ADGPക്ക് തന്നെ അന്വേഷണ ചുമതലയും നൽകി. എന്നിട്ട് അൻവർ ഈ ആരോപണം ഉന്നയിച്ച സമയത്ത്, അതായത് അന്വേഷണം തുടങ്ങി 5 മാസമായ സമയം റിപ്പോർട്ട് എവിടെയായിരുന്നു? അതുമാത്രമല്ല, അങ്ങനെ ഒരു അന്വേഷണം പോലും ഇല്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചപ്പോൾ കിട്ടിയ മറുപടി. മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു അന്വേഷണം നീണ്ടുപോയെന്ന്. വിവാദമായതോടെ പൊടുന്നനെ ADGPയുടെ റിപ്പോർട്ട് പ്രത്യക്ഷപ്പെടുന്നു. അത് DGPയും ആഭ്യന്തര സെക്രട്ടറിയും തള്ളുന്നു. ഇവിടെ ആരാണ് സംശയനിഴലിൽ? പൂരം കലക്കി BJPക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കൂട്ടുനിന്നു എന്ന ഗുരുതരമായ രാഷ്ട്രീയ ആരോപണം അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ CPMന് കഴിയുന്ന എന്ത് തെളിവാണുള്ളത്? അൻവറിനോട് തെളിവ് ചോദിക്കുമ്പോൾ ഇതും പ്രസക്തമാണല്ലോ. മാത്രമല്ല, CPI നേതാവും മുൻ മന്ത്രിയുമായ VS സുനിൽകുമാർ അന്വേഷണത്തിൽ കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല എന്ന നിലപാടിൽ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. എന്നാൽ ഏറ്റവും അധികം CPMനെ ഒറ്റപ്പെടുത്തുന്നതും രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കുന്നതും ADGP RSS കൂടിക്കാഴ്ചയാണ്. ADGP RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലെ അന്വേഷണം കൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുകയുമില്ല. അൻവറിനെ CPI ഓൺ ചെയ്യുന്നില്ലെങ്കിലും ഈ വിഷയത്തിൽ CPI മാത്രമല്ല മറ്റ് ഘടകകക്ഷികളും ശക്തമായ നിലപാടിൽ തന്നെയാണ്.
DGPക്ക് എങ്ങനെയാണ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായോ അല്ലാതെയോ ആണ് MR അജിത് കുമാർ, ദത്താത്രേയ ഹൊസബള, റാം മാധവ് എന്നിവരെ കണ്ടതെന്ന് കണ്ടെത്താനാവുക? വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന് ADGP പറഞ്ഞാൽ അല്ലെന്നെങ്ങനെ തെളിയിക്കും? RSS നേതാക്കൾക്ക് എന്ത് ബാധ്യതയാണ് DGPയുടെ അന്വേഷണത്തോട് സഹകരിക്കാനുള്ളത്? അപ്പോൾ ഇത് ഘടകകക്ഷികൾക്ക് പോലും അംഗീകരിക്കാത്ത ഒരു അന്വേഷണവും ഒരു തീരുമാനമാണ്. ആ നിലപാട് CPS തന്നെയാണ്. CPS ആയിട്ട് മാറ്റമൊന്നുമില്ല. വളരെ വ്യക്തമാണ്. കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും ഒരു RSS ബന്ധം പാടില്ല. ഒരു വട്ടമല്ല, 2 വട്ടം. എന്തിനാണെന്ന് ആർക്കും അറിയാത്ത കാരണങ്ങളാൽ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള RSS നേതാക്കന്മാരെ കാണുന്ന ഒരു ADGP തീർച്ചയായിട്ടും LDF ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കാൻ അർഹനല്ല, യോഗ്യനല്ല. CPS സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ്. ഞാൻ CPI സെക്രട്ടറി പറയുന്നു, CPI സ്റ്റാൻഡ് ഇതാണ്. അതിലും ഒരു മാറ്റമില്ല. ആ ചുമതല വഹിക്കാൻ RSS ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥന് അർഹതയില്ല, അവകാശമില്ല. മാറിയേ തീരൂ. രാഷ്ട്രീയ വിഷയമാണ്. അത് രാഷ്ട്രീയ തീരുമാനത്തിലൂടെയേ ജനങ്ങളുടെ സംശയം മാറ്റാനാകൂ. അതിന് പാർട്ടിയും മുഖ്യമന്ത്രിയും ഒരുക്കവുമല്ല. ADGPയെ മാറ്റാതെ പറ്റില്ല എന്ന് ബിനോയ് വിശ്വം പറയുന്നതും ഇത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമെന്ന നയം മറന്നുകൂടാ എന്ന സന്ദേശമാണ്. ചുരുക്കത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ തെളിവില്ലാത്ത ആരോപണം ഉന്നയിച്ച് പാർട്ടിയെയും മുന്നണിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പാർട്ടിക്ക് കഴിയില്ല. അതാണ് അൻവറിൻ്റെ കാര്യത്തിലെടുത്ത നടപടി. മുന്നണിക്ക് അംഗീകരിക്കാനാവില്ല. അതിനാൽ അൻവറിനെ തള്ളുമെന്ന് പ്രതീക്ഷിച്ചതുമാണ്. എന്നാൽ അൻവറിലൂടെ CPM അകപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഈ തീരുമാനം സഹായിക്കില്ല. അതിന് രാഷ്ട്രീയമായ തീരുമാനം തന്നെയാണ് വേണ്ടത്. അതിൽ ADGPയുടെ കാര്യത്തിൽ ഒന്നുകിൽ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നെങ്കിലും മാറ്റിയിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലമെങ്കിലും കരകയറാമായിരുന്നു. അത് പക്ഷേ ഉണ്ടായിട്ടില്ല.